4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര സമാധാനവും സന്തോഷവും. പൈസ ഇല്ലെങ്കിലും നല്ല സാലറി ഇല്ലെങ്കിലും നിങ്ങൾ ഏറ്റവും ഹാപ്പി ഉള്ളവരാ. ഒന്ന്, നിങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടായിരുന്നവരോ പൈസ ഉള്ള ആൾക്കാരല്ല. പിന്നെ അള്ളാഹുവിനെ നല്ലൊരു കൂട്ടുകാരാക്കുക. രണ്ടാമത്തെ നിങ്ങൾ നല്ലൊരു ഉപദേശകനായിട്ട്, നിങ്ങൾ നല്ല മോട്ടിവേറ്ററായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു അറിയോ മരണചിന്തയാണ്. മരണത്തെക്കുറിച്ച് ഓർത്താൽ നല്ലൊരു ഉപദേശകനായി തിരഞ്ഞെടുക്കും. മൂന്നാമത്തേത്, നേരം പോക്കിന് നിങ്ങൾ കൂടുതൽ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, നേരം പോക്കിന് ഖുർആനിനെ നിങ്ങൾ എടുത്താലുണ്ട്, അതാണ് ഏറ്റവും ഹൈർ. നാലാമത്തേത്, നിങ്ങൾ ഐശ്വര്യത്തിന് വേണ്ടി, അതായത് സമാധാനത്തിന് വേണ്ടി ഉള്ളത് കൊണ്ട് നിങ്ങൾ സംതൃപ്തിപ്പെടാം. അപ്പൊ എന്താ, ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ നല്ല സന്തോഷവും ഹാപ്പിനെസ് ഉള്ളവരായി മാറും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഈ ഉപദേശം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നരകമായിരിക്കും ചെയ്യും. വേറൊരു കാര്യം കൂടി പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത് പറഞ്ഞാൽ ഒരാൾക്ക് രാവിലെ എണീക്കാൻ പറ്റി, അവന് നടക്കാൻ പറ്റി, ജോലിക്ക് പോകാൻ പറ്റി, അവന്റെ വീട് ഇടിഞ്ഞു വീണിട്ടില്ല, അന്നത്തേക്കുള്ള ഭക്ഷണം അവന് കിട്ടി എങ്കിൽ അവൻ ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടിയ പോലെയാണ്, അവൻ രാജാവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് കൂടുതൽ ആൾക്കാർ ഇന്ന് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന, ടെൻഷനാകുന്ന ചെല്ലി കാര്യങ്ങൾക്ക്. റസൂലുള്ള വേറൊരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ റസൂലുള്ളാഹിന്റെ മോട്ടിവേഷൻ കേൾക്കുന്നില്ല, റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കുന്നില്ല, നമ്മളെ വില കോട്ടുള്ള ദുനിയാവിന്റെ മോട്ടിവേഷൻ, പൈസ ഉണ്ടാക്കുന്നതാണ്, പ്രൊമോഷന്റെ പിറകെ പോയിട്ട് നമ്മൾ ടെൻഷൻ കൂടും. അതല്ല കേൾക്കേണ്ട. ഹബീബായ റസൂൽ എന്താണ് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് കേട്ടാൽ ലൈഫ് എത്ര ഈസിയാണ്. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ലൈഫ് എന്താകുന്നത് ഭയങ്കര ടഫാകുന്നത്. ഒരു എക്സാമ്പിൾ റസൂൽ പറഞ്ഞ എന്ത്, നിങ്ങളെക്കാൾ മുകളിലുള്ളവരെ ഒരിക്കലും നോക്കരുത്, നിങ്ങളെക്കാൾ താഴെ ഉള്ളവരെ നോക്കുക, അപ്പൊ ലൈഫ് സന്തോഷമാവും. അത് എന്ത് സത്യമായ വാക്കാണ് റസൂൽ പറഞ്ഞത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നീ നിന്റെ വീട്ടിൽ സിമെന്റ് ആണ് തറയിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പൊ നീ നിന്റെ മുകളിലുള്ള അപ്പുറത്തെ വീട്ടിൽ മാർബിൾ ഇട്ടിട്ടുണ്ട്. അവനെ നീ നോക്കുമ്പോൾ നിനക്ക് ഈ സിമെന്റിൽ കിടക്കുമ്പോൾ രാത്രി ഉറക്കം വരില്ല, ഈ സിമെന്റിന്റെ സുഖം അനുഭവിക്കാൻ നിനക്ക് കഴിയില്ല. നേരെ മറിച്ച് തൊട്ടടുത്ത് വേറെ ഒരു സുന്ദരന്റെ വീടുണ്ട്, അവന്റെ വീട് സിമെന്റ് പോലും ഇട്ടിട്ടില്ല, അവൻ വെറും തറയിലാണ് കിടക്കുന്നത്, സിമെന്റ് ഇടാത്ത ഒരു വീട്ടിൽ കിടക്കുന്നത്, നല്ല സുഖമായിട്ട് അവൻ ഉറങ്ങുന്നുണ്ട്. അവനെ നീ നോക്കിയാൽ നീ എത്ര അൽഹംദുലില്ലാ പറയും, മാഷാ അല്ലാഹ് എനിക്ക് സിമെന്റ് ഇട്ടിട്ടുണ്ട്, അവൻ തറവാണ്, ഞാൻ എത്ര പാങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്, അപ്പുറത്തെ വീട്ടിൽ മാർബിൾ ഉണ്ട്, അവിടെ കാറുണ്ട്, അവന് നല്ല പൈസ ഉണ്ട്. നോക്കിയാൽ നിനക്ക് ഈ സിമെന്റിന്റെ ആ ഒരു സന്തോഷം പോലും കിട്ടില്ല. നീ എപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ചുള്ള ഇവിടെ ജീവിതം, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും. അപ്പൊ ഉള്ളതിനെ നീ എന്താക്കുന്ന, ആ ഒരു സുഖം നീ അനുഭവിക്കാതെ, അതിന്റെ മജ കിട്ടാതെ നീ എന്താക്കുന്ന, ടെൻഷൻ അടിച്ച് മറ്റുള്ളവരെ നോക്കി ബേജാറായിട്ട് നിന്റെ ജീവിതം കളയുന്ന, ആകെ കുറച്ചുള്ള സമയം കളയുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കലും ചിന്തിക്കണ്ട. അല്ല എന്ത് തന്ന് അത് ഹാപ്പിനെസ് ആക്ക് വഴി, നിനക്ക് ഉള്ളത് എന്ത് അല്ല തന്ന് അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്ക്. കുറച്ചല്ല, പൈസ ഉള്ള ആൾക്കാരും കൂടുതൽ ടെൻഷനിലാണുള്ളത്. അത് നിനക്ക് അറിയാത്തോണ്ടാ. അവന്റെ പുരക്ക് പോയാലേ നിനക്ക് മനസ്സിലാവും. വേറൊരു കഥ പറയാ, ഒരു രാജാവിന് ഒരു അസുഖം വന്നു. രാജാവിന് അസുഖം വന്നപ്പോ ആർക്ക് പിടികിട്ടുന്നില്ല. അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, ഈ ഒരു രോഗം ഞാൻ മാറ്റിത്തരാം, നിങ്ങൾ എന്ത് ചെയ്യണം, സമാധാനം. ഈ നാട്ടിലുള്ള ഒരു മനുഷ്യന്റെ കുപ്പായം ഇയാൾക്ക് കൊടുത്താൽ മതി, ഇയാൾ എല്ലാ രോഗം മാറും. സമാധാനം. അപ്പൊ ഈ രാജാവിന്റെ ആൾക്കാരെല്ലാം സമാധാനമുള്ള ഒരു മനുഷ്യനെ തേടി ഇറങ്ങി. ആദ്യം പോയത് നല്ല പൈസക്കാരന്റെ വീട്ടിലേക്കാണ്. അപ്പം നാട്ടിൽ ഏറ്റവും നല്ല